ഒരുമാതിരിപ്പെട്ട പഴയ വീടിൻ്റെ മുറ്റത്തെല്ലാം ഒരു മാവ്, പിറവത്തും പരിസരത്തും കാണാം വീട്ടുമുറ്റത്തൊരു മാവ്. ആ മാവ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ മാവിൻ്റെ വില ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാലത്ത് മാവ് കാറ്റ് പിടിച്ച് മൂടെ ഒടിഞ്ഞു പോയി. മാവ് ഒടിഞ്ഞു പോയപ്പോഴാണ് മാവിൻ്റെ വില പിടി കിട്ടിയത്. മാവ് മറച്ചു പിടിച്ച ആകാശം എത്ര വലുത്, മാവ് തടഞ്ഞു നിർത്തി ചൂടുകാറ്റ് എത്ര വലുത്, മാവ് ശുദ്ധീകരിച്ച വായു എത്ര വലുത്. മാവുള്ളപ്പോഴല്ല, അത് ഒടിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പനും അമ്മയും വീട്ടുമുറ്റത്തെ മാവാണ്. അപ്പനും അമ്മയും വീട്ടിലുള്ളപ്പോൾ അവിടെ വില നമ്മൾ അറിയുകയില്ല. പുഴുവിനെ പോലെ വാർദ്ധക്യത്തിൽ കട്ടില കിടന്ന് പൊളഞ്ഞാലും അത് മതി. അപ്പനും അമ്മയുണ്ടോ, വീട് എൻ്റെ വീട്. രണ്ടുപേരും മരിച്ചാൽ അത് അനിയൻ്റെ വീട്, അത് ജ്യേഷ്ഠൻ്റെ വീട്, അത് പെങ്ങളുടെ വീട്. നമ്മുടെ അസ്തിത്വവും അക്ഷസം നിശ്ചയിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യവും അസാന്നിധ്യവുമാണ്. ഇപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് വീട് ഒരിക്കലും ഒരു പരദേശിയാകുന്ന അന്തരീക്ഷം കാരണവന്മാരുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്.